രീതിയിലും കറക്റ്റായി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതും ഒട്ടുമിക്ക പേര് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇതാണ്, പോൺസിന്റെ മോയ്സ്ചറൈസർ ആട്ടോ. ഒട്ടുമിക്ക പേര് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണെന്ന് എനിക്കറിയാം. ചിലർക്ക് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ജെൽ ബേസിലും ഒന്ന് ക്രീം ബേസിലും. ജെൽ ബേസിൽ യൂസ് ചെയ്യുന്നവർ ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഉള്ളവരാണ് ഓയിലി ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അതല്ല, നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് തന്നെ ജെൽ ബേസും ഉണ്ട് ക്രീം ബേസും ഉണ്ട്. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലും കറക്റ്റായി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടും. എൻ്റെതൊരു ഓയിലി സ്കിൻ ആണ്, അതുകൊണ്ട് പോൺസിന്റെ ജെൽ ബേസിലുള്ള മോയ്സ്ചറൈസർ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് പോൺസിന്റെ ഹൈലറോണിക് സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ തന്നെ ഹൈലറോണിക് മാത്രമല്ല, വിറ്റമിൻ സി, സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2-3 ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷെ അഫോർഡബിൾ ആണെന്ന് കരുതി ഇതിന്റെ റിസൾട്ട് മോശമല്ല, അടിപൊളിയാണ്. പോൺസിന്റെ വിറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാലിസിലിക് ആസിഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിന്റെ ഹൈലറോണിക് ആണ്. ഇതിന്റെ ഒരു റിസൾട്ട് വന്നിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പോഴ്സ് ഒക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് അതൊക്കെ എന്താ പറയുക, നല്ലൊരു ക്യാൻവാസ് ആക്കി എടുക്കാനായിട്ട്, നല്ല ക്ലിയർ ആക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പോൺസിന്റെ പല ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാത്തിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ, ഏതാണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ് യൂസ് ചെയ്യുക. അതിപ്പോൾ പോൺസിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് ചിലപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഈ ഒരു സംഭവം അത്രയും റിസൾട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.